ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് അടിപൊളി അതിമനോഹരമായിട്ടുള്ള പ്രകൃതി അനുഗ്രഹിച്ച് സൗന്ദര്യം നൽകിയ ഒരു പ്രദേശം പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഇതൊരു 7 ഏക്കർ ഭൂമിയാണ്. ഇത് നമുക്ക് ലൂസായിട്ട് വാങ്ങാം, മൊത്തമായി വാങ്ങാൻ വേണ്ടി സാധിക്കും. ഒരു പ്രധാനപ്പെട്ട വയനാട് ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ ദൂരം മാത്രമാണ് ഈ ഭൂമിയിലേക്കുള്ള അകലം. വലിയ 50 സീറ്റർ ബസ് വരുന്ന റൂട്ടിൽ നിന്ന് കേവലം 200 മീറ്റർ ദൂരമാണ് ഈ ഭൂമിയിലേക്കുള്ളത്. ഈ ഭൂമിയിൽ എവിടെയും നമുക്ക് 50 സീറ്റർ ബസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എന്താ പറയുക, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് രസകരമായ ഒരു ഭൂമിയാണ്. ചുറ്റുഭാഗവും വെള്ളം, ഫോറസ്റ്റിനെ വെല്ലുന്ന തരത്തിലുള്ള മരങ്ങൾ, നട്ടുച്ച സമയത്ത് പോലും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സൂര്യകണം എത്താത്ത രൂപത്തിൽ തിക്കായി നിൽക്കുന്ന മരങ്ങളാണ് അതിലുള്ളത്. വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. വെള്ളം കെട്ടി നിൽക്കുന്നത് മാത്രമല്ല, ആ വെള്ളം നമ്മളെ പറമ്പും കഴിഞ്ഞാൽ വെള്ളം കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറയുന്നത് തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. കാരണം ഗവൺമെൻറ് അക്വയർ ചെയ്ത ഭൂമിയാണ്. അവിടെ ഒന്നും വീടുകളോ മറ്റുള്ള ഒരു നിർമ്മാണ പ്രവർത്തികളും വരില്ല. അപ്പോൾ എക്കാലത്തും അവിടെ ഫോറസ്റ്റായി അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. വെള്ളം നമ്മളെ പറമ്പിൻ്റെ ചുറ്റുഭാഗവും വെള്ളം അങ്ങനെ നിൽക്കുകയാണ്. ഇത് കൂടാതെ ഇനിയിപ്പോൾ നമുക്ക് ഈ റിസർവോയറിൽ 10 അടി വെള്ളം കൂടി കെട്ടി നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കുടിവെള്ള പ്രൊജക്റ്റ് വരുമ്പോൾ 10 അടി വെള്ളം കൂടി ഇതിലേക്ക് നിർത്തും. അത് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ പറമ്പിൻ്റെ ചുറ്റുഭാഗത്ത് ഒരു 20 അടി കട്ടിങ്ങിൽ വെള്ളം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു സംവിധാനമായി മാറും. ഇത് അതിലേക്കുള്ള വഴിയാണ്. ഇത് പറമ്പാണ്. ഏകദേശം 90% ഭൂമിയും നിരന്ന ഭൂമിയാണ്. നമുക്കൊരു ഇഞ്ച് ഭൂമി പോലും ഒഴിവാക്കേണ്ടതായിട്ടില്ല. ഏകദേശം 90% നിരന്ന ഭൂമിയാണ് ഈ ഒരു ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഭൂമി ടച്ചായി കിടക്കുന്ന വെള്ളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം മരങ്ങളാണ്. ഫുള്ളായിട്ട് മരങ്ങൾ നിൽക്കുകയാണ്. ഇതിൽ മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല. ആ പ്രദേശത്തൊക്കെ മരങ്ങൾ മുറിച്ചു പോയതാണ്. പക്ഷേ ഈ ഒരു ഭൂമിയിലെ മരങ്ങൾ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നിരന്ന ഭൂമിയാണ്. നമുക്ക് കാഴ്ചയിൽ കാണാം. ഏകദേശം ഒരു 800-900 മീറ്റർ നമ്മളെ ഈ ഭൂമിയുടെ ചുറ്റുഭാഗവും ഈ ജലസ്രോതസ്സാണ്. ഇനി 10 മീറ്റർ വെള്ളം കൂടി നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന അവസരത്തിൽ നമുക്ക് ബാക്കി ഉള്ള ഭാഗം കൂടി വെള്ളത്തിലേക്ക് ടച്ചായി വരും. 90% ഭാഗവും വെള്ളം ടച്ചാവും. നമ്മൾ താജ് ഹോട്ടൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും പടിഞ്ഞാറത്തറുള്ള. അതിലും ഗംഭീരമായിട്ടുള്ള ബിൽഡിങ് കെട്ടിടം ഉണ്ടാക്കാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണ്. ഗ്രൂപ്പായിട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് വലിയൊരു പ്രൊജക്റ്റ് തന്നെ ഇവിടെ ആരംഭിക്കാം. അതുകൂടാതെ നമുക്ക് ഇത് മൊത്തമായി എടുത്ത് ഡെവലപ്പ് ചെയ്ത് പീസ് വർക്ക് നമുക്ക് ചെയ്യാം. നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാണ്. അതുപോലെ ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ടൂറിസത്തിനോട് ബന്ധപ്പെട്ട ഒരുപാട്